ഹായ് ഓൾ, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മെയ് 27 നടന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ കേരള PSC സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ് ഒന്ന് പ്രാചീന മലയാളം, പിന്നെ ആദിഭാഷ, പിന്നെ വേദാധികാര നിരൂപണം. ഈ മൂന്നും ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ്. ഈ മൂന്ന് ഓപ്ഷൻ വരുന്നത് 1, 2, 3 വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1 പൊടവര കുഞ്ഞമ്പു നായർ, 2 കോയിത്താറ്റിൽ ചിരുക്കണ്ടൻ, 3 ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, 4 പള്ളിക്കൽ അബൂബക്കർ. ഇതിൽ 1 പൊടവര കുഞ്ഞമ്പു നായർ, അതുപോലെ കോയിത്താറ്റിൽ ചിരുക്കണ്ടൻ, പിന്നെ പള്ളിക്കൽ അബൂബക്കർ. 1, 2, 4 ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. അതിൽ ഓപ്ഷൻസ് വരുന്നത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലോകജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, അതുപോലെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, പിന്നെ മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഈ മൂന്നെണ്ണമാണ് ശരിയായിട്ടുള്ളത്. ഈ മൂന്നും വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. അതിൽ വരുന്നത് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, 1 രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. അത് ശരിയാണ്. അതുപോലെ വരുന്നത് 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അതും ശരിയാണ്. പിന്നെ പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതുപോലെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനുള്ളതാണ്. സിന്ധു നദി നംച പർവയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. അതുപോലെ യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കുടിച്ചിരുന്നു. പിന്നെ കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അപ്പോൾ അതിൽ PSC കൊടുത്ത ആൻസർ എന്താണ്? ബി ആണ്. അതായത് 2, 3, 4 ശരിയാണെന്നാണ് PSC കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് PSC കൊടുത്ത ആൻസറാണ്. എന്തൊക്കെയാണ്? 2, 3, 4. അപ്പോൾ ഓപ്ഷൻ ബി ആണ് PSCയുടെ ആൻസർ. അടുത്തത്, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത്
അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഗൾഫ് സ്ട്രീം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ശരിയായത് മാത്രം പറയാം. അതിൽ 1 ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അത് ശരിയാണ്. പിന്നെ അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കേൻ, അത് ശരിയാണ്. പിന്നെ ചൈന കടൽ, പസഫിക് സമുദ്രം, ടൈഫൂൺ, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. 9 സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കേരളം തന്നെയാണ് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണെന്നുള്ളതാണ്. അത് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ്. നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അത് കുത്തനെയുള്ള ചെരിവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ധരാതലീയ ഭൂപടത്തിൽ അടുത്തടുത്തായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ കുത്തനെയുള്ള ചെരിവിനെയാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ്. ഗവൺമെൻറ് നയം എന്താ അറിയപ്പെടുന്നത്? അത് ധനനയം എന്നാണ് അറിയപ്പെടുന്നത്. ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്നാണ് അറിയപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെത് ധനനയവും, അതുപോലെ നമ്മൾ RBI ആണെങ്കിൽ അത് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ എന്താ പണനയമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങളുമായിട്ടാണ് ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണെന്നുള്ളതാണ്. അത് ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ പ്രസ്താവനയല്ല, ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണെന്നുള്ളത് ശരിയാണ്. അതുപോലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നുള്ളതും ശരിയായിട്ടുള്ളതാണ്. പിന്നെ 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 ആണെന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് ഓപ്ഷൻ സി. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 70 കാലയളവിലാണെന്നുള്ള ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അത് 100 കാർഷിക ജില്ലകളാണ് കേട്ടോ. 100. ഉത്തരം 100. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് സച്ചിദാനന്ദ സിൻഹയാണ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും പിന്നെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. മാറിപ്പോവാതെ സൂക്ഷിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ നമ്മളോട് ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കടമെടുത്ത ആശയങ്ങൾ.
അപ്പോൾ അത് ഒന്നാമത്തെ നിയമനിർമ്മാണ പ്രക്രിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമ്മളെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ 1, 4, 2, 3, 3, 2, 4, 1. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നുള്ളതാണ്. അതിൽ ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2 മാത്രമാണ് ശരി. അപ്പോൾ ഉത്തരം ബി, 2 മാത്രം. അതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അത് 42ാമത്തെ ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. അത് ശരിയാണ്. പിന്നെ 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, അതാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ 73ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. പിന്നെ 52ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. നമുക്കറിയാം 52ാമത്തെ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം, 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി, 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്നുള്ളതൊന്ന് നോക്കാം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, അത് ശരിയാണ്. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, അത് ശരിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് അയിത്താചാര നിർമ്മാർജ്ജനം, അതാണ് ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ അതിൽ ശരിയായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻറ്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. അതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളത് ഇവിടെ വനം ആണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെ ഇതുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ വനമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള വിഷയം. അപ്പോൾ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു.